ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിരിക്കുന്നത് SGOU ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ BA സോഷ്യോളജി ഫസ്റ്റ് സെമസ്റ്റർ വിദ്യാർത്ഥികൾക്കുള്ള സെൽഫ് ലേണിംഗ് മെറ്റീരിയലായ സോഷ്യൽ ഫോർമേഷൻ ഇൻ വേൾഡ് ഹിസ്റ്ററി എന്ന ലേണിംഗ് മെറ്റീരിയലിലെ രണ്ടാമത്തെ യൂണിറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുന്നത് മലയാളം ലേണിംഗ് മെറ്റീരിയൽ വെച്ചിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഇംഗ്ലീഷ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ലേണിംഗ് മെറ്റീരിയൽ നിങ്ങൾ മുമ്പിലൊന്ന് തുറന്ന് വെക്കുക. എന്നിട്ട് ഞാൻ പറയുന്ന ഓരോ വേർഡ്സിൻ്റെയും എന്ത് ചെയ്യുക, ഇംഗ്ലീഷ് വേർഡ്സ് നോക്കി വെക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷിലായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ വരിക. അപ്പോൾ രണ്ടാമത്തെ യൂണിറ്റാണ് പ്രൈവറ്റ് പ്രോപ്പർട്ടി സർപ്ലസ് ആൻഡ് അപ്രോപ്രിയേഷൻ, അതായത് സ്വകാര്യ സ്വത്ത് മിച്ചം വിനിയോഗം. പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ എന്താണ്? സ്വകാര്യ സ്വത്ത്. സർപ്ലസ് എന്ന് വെച്ചാൽ മിച്ചം. അപ്രോപ്രിയേഷൻ എന്ന് വെച്ചാൽ എന്താണ്? വിനിയോഗം. അപ്പം ഇതിനെ കുറിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റായിട്ട് തന്നെ എന്താണ് സ്വകാര്യ സ്വത്ത്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, നേരെ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ് കേട്ടോ. പ്ലേറ്റോയിൽ നിന്ന് ഉത്ഭവിക്കുന്ന സ്വകാര്യ സ്വത്ത് പൊതു കൂട്ടായ സ്വത്തിൽ നിന്ന് വ്യത്യസ്തമായ സർക്കാരിതര സ്ഥാപനങ്ങളുടെ നിയമപരമായ സ്വത്തിൻ്റെ ഉടമസ്ഥാവകാശത്തെ സൂചിപ്പിക്കുന്നു. അപ്പം എന്താണ് സ്വകാര്യ സ്വത്ത്? അതായത് പൊതു കൂട്ടായ സ്വത്തിൽ നിന്ന് വ്യത്യസ്തമായ സർക്കാരിതര സ്ഥാപനങ്ങളുടെ, സ്വകാര്യ സ്വത്തിൽ നിന്നും പൊതു കൂട്ടായ സ്വത്തിൽ നിന്നും വ്യത്യസ്തമായ സർക്കാരിതര സ്ഥാപനങ്ങളുടെ നിയമപരമായ സ്വത്തിൻ്റെ ഉടമസ്ഥാവകാശത്തെയാണ് നമ്മൾ സ്വകാര്യ സ്വത്ത് എന്ന് സൂചിപ്പിക്കുന്നത്. മൂലധനം വസ്തു ഉടമകളെ ചൂഷണം ചെയ്യുന്ന ഘടകമായി മാറിയതു മുതൽ ഇത് ഒരു വിവാദ വിഷയമാണ്. സോഷ്യലിസ്റ്റ് പണ്ഡിതനും തത്വചിന്തകനുമായ കാൾ മാർക്സ് സ്വകാര്യ സ്വത്തിനെ എതിർത്തു. മുതലാളിത്ത വ്യവസ്ഥയെ, അപ്പം നമ്മളെ കാൾ മാർക്സ് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ സ്വകാര്യ സ്വത്തിനെ എതിർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, സ്വകാര്യ വ്യക്തികളുടെ സ്വത്താണിത് സ്വകാര്യ സ്വത്ത്. അതിലെന്തുണ്ടാവില്ല, സർക്കാരിനോ ഒന്നും എന്തുണ്ടാവില്ല, ഒരു പങ്കാളിത്തം ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മുടെ പൊതു സ്വത്തല്ല, അതാണ് സ്വകാര്യ സ്വത്ത്. എല്ലാവർക്കും അറിയാലോ. മുതലാളിത്ത വ്യവസ്ഥയെ മാറ്റാൻ രാജ്യവ്യാപകമായ പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്തു. അപ്പോൾ കാൾ മാർക്സ് ഈ സ്വകാര്യ സ്വത്തിനെതിരായിരുന്നു. അപ്പോൾ കാൾ മാർക്സ് എന്ത് ചെയ്തു? അപ്പോൾ ഈ സ്വകാര്യ സ്വത്ത് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? ഈ മുതലാളിത്തത്തിനേക്കുള്ള ഒരിതാണല്ലേ. അപ്പം ആ മുതലാളിത്തത്തിനെതിരായിട്ട് എന്താണ് നമ്മുടെ കാൾ മാർക്സ് എന്ത് ചെയ്തു? പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്തു. മുതലാളിത്തത്തിനെതിരായ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ അദ്ദേഹം പ്രചോദിപ്പിച്ചു. അപ്പോൾ കാൾ മാർക്സ് പ്രചോദിപ്പിച്ചത് സോഷ്യലിസ്റ്റാണ്. മുതലാളിത്തത്തെ കാൾ മാർക്സ് എതിർത്തിട്ടുണ്ട്. സ്വകാര്യ സ്വത്ത് ഭൂരിപക്ഷം തൊഴിലാളി വർഗ തൊഴിലാളികളിലേക്കും ന്യൂനപക്ഷം ബൂർഷ്വകളിലേക്കും നയിച്ചു. അപ്പോൾ എന്ത് ചെയ്തു? ഈ മുതലാളിത്തത്തെ എതിർത്ത് സോഷ്യലിസം വരുമ്പോൾ എന്താ ഉണ്ടാവുകയെന്ന് വെച്ചാൽ, ഈ സ്വകാര്യ സ്വത്ത് എന്ന് പറയുന്നത് തൊഴിലാളി വർഗങ്ങളിലേക്കും ബൂർഷ്വകളിലേക്കുമാണ് എന്ത് ചെയ്യുക, ഇത് എത്തിച്ചേരുക. അപ്പോൾ ബൂർഷ്വ എന്നൊക്കെയുള്ളത് നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ പഠിച്ചിട്ടുണ്ട്. തൊഴിലാളികളെ അകറ്റുകയും അവരുടെ സ്വാതന്ത്ര്യം ലംഘിക്കുകയും ചെയ്യുന്ന ഉൽപ്പാദനത്തിലെ സ്വകാര്യ സ്വത്തായിരുന്നു അദ്ദേഹത്തിന് പ്രധാന ആശങ്ക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആശങ്ക എന്താണെന്ന് വെച്ചാൽ, ഈ സ്വകാര്യ സ്വത്ത് എന്ത് ചെയ്യും? തൊഴിലാളികൾ എന്ത് ചെയ്യും? അകറ്റും. അതായത് തൊഴിലാളികളുടെ സ്വാതന്ത്ര്യം ലംഘിക്കുകയൊക്കെ ചെയ്യും. മുതലാളിത്തവും സോഷ്യലിസവും ഉൾപ്പെടെ ചരിത്രത്തിലുടനീളം മിക്ക സാമ്പത്തിക വ്യവസ്ഥകളുടെയും നിർവചിക്കുന്ന സവിശേഷതയാണ് സ്വകാര്യ സ്വത്ത്. അപ്പം ഈ മുതലാളിത്തം, സോഷ്യലിസം, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ ചരിത്രത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ സാമ്പത്തിക വ്യവസ്ഥയൊക്കെ നിർവചിക്കുന്ന ഒരു പ്രധാന സവിശേഷത എന്ന് പറയുന്നത് സ്വകാര്യ സ്വത്താണ്. വ്യക്തികളെയും ഗ്രൂപ്പുകളെയും സമ്പത്ത് ശേഖരിക്കാനും വിഭവങ്ങളുടെ മേൽ നിയന്ത്രണം ചെലുത്താനും ഇത് അനുവദിച്ചിരുന്നു. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, ഈ സ്വകാര്യ സ്വത്ത് എന്ന് പറയുന്നത് എന്താണ്? മറ്റുള്ള വ്യക്തികൾ, ഗ്രൂപ്പുകൾ,
അവരുടെയൊക്കെ എന്താണ് വിഭവങ്ങളുടെ മേലൊക്കെ എന്ത് ചെയ്യണം, നിയന്ത്രണം ചെലുത്താനൊക്കെ എന്ത് ചെയ്യും, പ്രേരിപ്പിക്കും. പലപ്പോഴും മറ്റുള്ളവരുടെ ചിലവിൽ വിഭവങ്ങൾ നിയന്ത്രിക്കുന്നവർക്ക് പലപ്പോഴും കൂടുതൽ ശക്തിയും സ്വാധീനവും ഉള്ളതിനാൽ സ്വകാര്യ സ്വത്തിൻ്റെ ശേഖരണം സാമൂഹിക അസമത്വത്തിൻ്റെ ഉയർച്ചയിലും സാമൂഹിക വർഗങ്ങളുടെ ആവിർഭാവത്തിലും ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ ഈ സ്വകാര്യ സ്വത്ത് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ സാമൂഹിക അസമത്വം ഉയരാനുള്ള ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു എന്നാണ് പറയുന്നത്. എന്നിരുന്നാലും എന്താണ് ഈ സ്വകാര്യ സ്വത്ത് എന്ന ആശയം ചരിത്രത്തിലുടനീളം എന്താണ് വളരെയധികം ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വിഷയമായിരുന്നു. അപ്പോൾ ഈ സ്വകാര്യ സ്വത്തിനെ എന്തൊക്കെ എതിർത്താലും നമ്മുടെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താണ് നമ്മുടെ ചരിത്രത്തിലുടനീളം എന്ത് ചെയ്തിട്ടുണ്ട്, ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ഒക്കെ എന്ത് വിഷയമായിട്ടുണ്ട്, നമ്മുടെ സ്വകാര്യ സ്വത്ത് വിഷയമായിട്ടുണ്ട്. ചിലർ സ്വകാര്യ സ്വത്ത് ഒരു സ്വാഭാവിക അവകാശമാണെന്ന് വാദിക്കുന്നു. മറ്റുള്ളവർ അതിൻ്റെ നിയമ സാധുതയെ ചോദ്യം ചെയ്യുകയും വിഭവങ്ങളുടെ കൂടുതൽ തുല്യമായ വിതരണത്തിന് ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പം നമുക്കറിയാം, ഒരു സാധനം എതിർക്കുന്നവരുണ്ടാവും, അനുകൂലിക്കുന്നവരുണ്ടാവും. അപ്പോൾ അനുകൂലിക്കുന്നവർ എന്ത് പറഞ്ഞു, എന്ത് പറഞ്ഞു, ഒരു കൂട്ടം ആൾക്കാരെന്ത് പറഞ്ഞു, അത് സ്വകാര്യ സ്വത്ത് എന്ന് പറയുന്നത് ഒരു സ്വാഭാവിക അവകാശമാണ്. അപ്പം മറ്റുള്ളവർക്ക് എന്ത് ചെയ്തു, അതിൻ്റെ നിയമസാധുതയെ ചോദ്യം ചെയ്തു. അങ്ങനെ വിഭവങ്ങളുടെ കൂടുതൽ തുല്യമായ വിതരണത്തിന് ആവശ്യപ്പെടുകയും ചെയ്തു. സ്വകാര്യ സ്വത്തിനെ കുറിച്ചുള്ള ചർച്ചകൾ നമ്മുടെ സാമ്പത്തിക രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളെ രൂപപ്പെടുത്തുന്നത് തുടരുന്നു. ഇനി അപ്പോൾ സ്വകാര്യ സ്വത്ത് എന്താണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. എന്താ ഈ സ്വകാര്യ സ്വത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കാരിനൊന്നൊരു ബന്ധമില്ലാത്ത പൊതുമുതലൊന്നും അല്ലാത്ത ഒരു വ്യക്തികളെ കേന്ദ്രീകരിച്ചുള്ളതാണ് സ്വകാര്യ സ്വത്ത്. അപ്പം കാൾ മാർക്സ് ഈ സ്വകാര്യ സ്വത്തിനെ എതിർത്തിരുന്നു എന്ന് നമുക്കറിയാം. കാൾ മാർക്സിൻ്റെ അഭിപ്രായത്തിൽ ഈ മുതലാളിത്തത്തിലാണ് സ്വകാര്യ സ്വത്തിന് കൂടുതൽ പ്രാധാന്യം ലഭിച്ചത്. അപ്പോൾ ഈ മുതലാളിത്തം മാറി സോഷ്യലിസം വരണമെന്നായിരുന്നു ആരുടെ അഭിപ്രായം, കാൾ മാർക്സിൻ്റെ അഭിപ്രായം. അപ്പോൾ ഈ സ്വകാര്യ സ്വത്തിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഒക്കെ ഉണ്ടായിരുന്നു. ചിലരെന്താണ് അതൊരു സ്വാഭാവിക ഇതാണെന്ന് പറഞ്ഞു, ചിലരെന്താ പറഞ്ഞു അതിൻ്റെ നിയമസാധുതയൊക്കെ ചോദ്യം ചെയ്ത് വിഭവങ്ങൾ എല്ലാവരിലേക്കും എത്തണം എന്നുള്ള ആശയം ചിലർ കൊണ്ടുവന്നു. ഇനി ഈ സ്വകാര്യ സ്വത്ത് എന്ന ആശയത്തിൻ്റെ ഉദയമാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. സ്വകാര്യ സ്വത്ത് എന്ന ആശയം ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യ സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ്. എന്നിരുന്നാലും വ്യത്യസ്ത സംസ്കാരങ്ങളിലും സമൂഹങ്ങളിലും കാലക്രമേണ പരിണമിക്കുകയും മാറുകയും ചെയ്തതിനാൽ ആശയത്തിൻ്റെ കൃത്യമായ ആവിർഭാവം കൃത്യമായി നിർണ്ണയിക്കാൻ പ്രയാസമാണ്. അപ്പം എന്താണ് ഈ സ്വകാര്യ സ്വത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, വർഷങ്ങളായിട്ട് മനുഷ്യ സമൂഹത്തിലെ ഒരു അടിസ്ഥാന ഘടകമാണ് സ്വകാര്യ സ്വത്ത്. ഇന്നെടുത്താലും സ്വകാര്യ സ്വത്ത് എന്താണ്, ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അത്രക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാലും എന്താണ് ഈ സ്വകാര്യ സ്വത്ത് ഈ മനുഷ്യൻ്റെ സംസ്കാരം സമൂഹങ്ങളൊക്കെ കാലക്രമേണ പരിണാമത്തിന് അടിസ്ഥാനമായിട്ടുണ്ട്. ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടി അഥവാ സ്വകാര്യ സ്വത്ത് കാരണമായിട്ടുണ്ട്. മെസപ്പൊട്ടോമിയ, ഈജിപ്ത്, ഗ്രീസ് തുടങ്ങിയ പുരാതന സമൂഹങ്ങളിൽ ഭൂ ഉടമസ്ഥത സാധാരണയായി സാമൂഹിക പദവിയും അധികാരവുമായി ബന്ധപ്പെട്ടിരുന്നു. രാജാക്കന്മാരും ഭരണാധികാരികളും സമ്പന്നരായ വരേണ്യവർഗങ്ങളും ഭൂരിഭാഗം ഭൂമിയും വിഭവങ്ങളും നിയന്ത്രിച്ചു. സാധാരണ പൗരന്മാർ പലപ്പോഴും കുടിയാൻ കർഷകരോ തൊഴിലാളികളോ ആയി ജോലി ചെയ്യുന്നതിലേക്ക് തരം താഴ്ത്തപ്പെടും. അപ്പം നമുക്കറിയാം സ്വകാര്യ സ്വത്തിൻ്റെ എന്താണ് ഭരണാധികാരികളും ഈ സമ്പന്നന്മാരും രാജാക്കൾ അവരൊക്കെ എന്ത് ചെയ്യാം, ഭൂമി ഇതൊക്കെ നിയന്ത്രിക്കാം. മറ്റുള്ളവർ തൊഴിലാളികൾ എന്താണ് അവർ തരം താഴ്ത്തപ്പെടുകയാണ് ചെയ്തത്. ശക്തരായ വ്യക്തികളുടെയോ കുടുംബങ്ങളുടെയോ ഉടമസ്ഥതയുള്ള വൻകിട എസ്റ്റേറ്റുകളും സ്വത്തുകളും പോലുള്ള സമ്പന്നരായ വരേണ്യവർഗത്തിൻ്റെ സ്വകാര്യ സ്വത്ത് ഉടമസ്ഥതയുടെ ഉദാഹരണങ്ങളും ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവില്ല. ഇങ്ങനെ ഒരു സ്വകാര്യ സ്വത്തുള്ള വ്യക്തികൾ എന്തായിരിക്കും, സമൂഹത്തിൽ ഉന്നതരൊക്കെ ആയിരിക്കും. തൊഴിലാളികൾ എപ്പോഴും എന്തായിരിക്കും, താഴെ തട്ടിലായിരിക്കും. നിയമപരമായ അവകാശം എന്ന നിലയിൽ സ്വകാര്യ സ്വത്ത് എന്ന ആശയം മധ്യകാല യൂറോപ്പിൽ കൂടുതൽ പ്രാധാന്യത്തോടെ ഉയർന്നു വന്നു. ഫ്യൂഡൽ പ്രഭുക്കന്മാർ വലിയ ഭൂപ്രദേശങ്ങൾ നിയന്ത്രിച്ചു. എന്നാൽ കാലക്രമേണ വാടകയ്ക്കോ മറ്റ് സേവനങ്ങൾക്കോ പകരമായി ചിലർ തങ്ങളുടെ ഭൂമിയുടെ ഭാഗങ്ങൾ കുടിയാന്മാർക്ക് നൽകാൻ തുടങ്ങി. ഇത് ഒരു ഭൂ ഉടമ വ്യവസ്ഥയുടെ വികാസത്തിലേക്ക് നയിച്ചു. അവിടെ വ്യക്തികൾക്ക് പ്രത്യേക ഭൂമിയുടെ നിയമപരമായ ഉടമസ്ഥാവകാശം ലഭിച്ചു. അപ്പോൾ ഈ ഫ്യൂഡൽ വ്യവസ്ഥയിലും എന്തായിരുന്നു, ഈ ഭൂ ഉടമകൾക്ക് ഭൂമിയൊക്കെ സ്വന്തമായിരുന്നു. പിന്നീടാണ് അവരെന്ത് ചെയ്തത്, വലിയ ഭൂപ്രദേശങ്ങളും ഒക്കെ എന്ത് ചെയ്തത്, ഈ
കുടിയാന്മാരിലേക്കൊക്കെ കൊടുത്തിട്ട് എന്താണ് അങ്ങനെയാണ് അവർക്കൊക്കെ എന്ത് ചെയ്തത്, അതിൻ്റെ നിയമപരമായ അവകാശം ലഭിച്ചത്. സംസ്കാരങ്ങളും സമൂഹങ്ങളും ആധുനിക സാമ്പത്തിക വ്യവസ്ഥകളുടെ അടിസ്ഥാന സവിശേഷതയായി മാറിയിരിക്കുന്നു. പല രാജ്യങ്ങളിലും ഭൂമി, വീടുകൾ, ബിസിനസ്സുകൾ, മറ്റ് ആസ്തികൾ എന്നിവയുൾപ്പെടെയുള്ള സ്വത്ത് സ്വന്തമാക്കാനും നിയന്ത്രിക്കാനും വ്യക്തികൾക്ക് നിയമപരമായ അവകാശങ്ങളുണ്ട്. അത് നമുക്കറിയുന്ന കാര്യമല്ലേ. ഈ അവകാശങ്ങൾ നിയമങ്ങളും ചട്ടങ്ങളും മുഖേന പരിരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. കൂടാതെ വ്യക്തികൾക്ക് അവരുടെ സ്വത്ത് വ്യക്തിഗത ഉപയോഗത്തിനായി ഉപയോഗിക്കാം. മറ്റുള്ളവർക്ക് വാടകയ്ക്ക് കൊടുക്കുകയോ പാട്ടത്തിന് നൽകുകയോ അല്ലെങ്കിൽ ലാഭത്തിനായി വിൽക്കുകയോ ചെയ്യാം. ഇതൊക്കെ എന്താണ്, നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. ഇതൊക്കെ നമ്മുടെ സൊസൈറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇതെത്രയാണ് എന്ത് ഒരു സ്വകാര്യ സ്വത്ത് എന്ന ആശയം രൂപപ്പെടാനുള്ള കാരണം. സമൂഹത്തിൻ്റെ എവല്യൂഷൻ സംബന്ധിച്ച സ്വകാര്യ സ്വത്തിൻ്റെ പങ്ക്, അതായത് സമൂഹത്തിൻ്റെ എവല്യൂഷനിൽ എന്താണ് സ്വകാര്യ സ്വത്തിൻ്റെ പങ്ക് എന്താണെന്നാണ്. എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ പരിണാമം. ഒരു സമൂഹം വാർത്തെടുക്കുന്നതിൽ സ്വകാര്യ സ്വത്ത് വഹിച്ച പങ്കാണ് അടുത്ത പറയുന്നത്. സമൂഹത്തിൻ്റെ പരിണാമത്തിൽ സ്വകാര്യ സ്വത്ത് ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് നോക്കി വയ്ക്കുക കേട്ടോ. വ്യക്തികളും സമൂഹങ്ങളും വിഭവങ്ങൾ ഉപയോഗിക്കുകയും വിനിയോഗിക്കുകയും ചെയ്യുന്ന രീതി രൂപപ്പെടുത്തുന്നു. നവീകരണത്തെയും നിക്ഷേപത്തെയും പ്രോത്സാഹിപ്പിക്കുക, സാമ്പത്തിക വളർച്ച പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ നിരവധി നേട്ടങ്ങൾ ഇത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും സാമൂഹിക അസമത്വത്തിനും പാരിസ്ഥിതിക ആശങ്കകൾക്കും ഇത് സംഭാവന നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് സമൂഹത്തിൻ്റെ വ്യക്തികളുടെ സമൂഹങ്ങളൊക്കെ എന്ത് ചെയ്തു, അവരുടെ വിഭവങ്ങൾ ഉപയോഗിക്കപ്പെട്ടു അല്ലേ. അങ്ങനെ അവരുടെ നവീകരണത്തിനും നിക്ഷേപത്തിനൊക്കെ പ്രോത്സാഹിപ്പിച്ചു. ഇതൊക്കെ സാമ്പത്തിക വളർച്ച ഉയർത്തിയിട്ടുണ്ടെങ്കിലും സാമ്പത്തിക അസമത്വം, സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള അസമത്വം കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പാരിസ്ഥിതിക ആശങ്കകളും ഉണ്ടായിട്ടുണ്ട്. സമൂഹങ്ങൾ വികസിക്കുന്ന തുടരുമ്പോൾ കൂടുതൽ തുല്യവും സുസ്ഥിരവുമായ ഭാവി സൃഷ്ടിക്കുന്നതിന് സ്വകാര്യ സ്വത്തിൻ്റെ നേട്ടങ്ങളെ അതിൻ്റെ സാധ്യതയുള്ള പോരായ്മകളുമായി സന്തുലിതമാക്കുന്നതിനുള്ള വഴികൾ കണ്ടെത്തേണ്ടത് പ്രകാരമാണ്. അപ്പം നമുക്ക് സാമ്പത്തികമായ വളർച്ച വേണം, പക്ഷെ അതെന്തായിരിക്കണം, നമ്മുടെ സാമൂഹികവും സാമ്പത്തികവുമായ സന്തുലിതമായിട്ട് എന്ത് ചെയ്യണം, കൊണ്ടുപോകണം. സ്വകാര്യ സ്വത്ത് സമൂഹത്തിൻ്റെ വികസനത്തെ സ്വാധീനിച്ച ചില പ്രധാന വഴികൾ ഇതാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് നമ്മൾ ഈ സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് നമ്മുടെ സ്വകാര്യ സ്വത്തിൻ്റെ പങ്ക് എന്താണ്. അതിൽ ഒന്നാമത്തെ പങ്കാണ് പറയുന്നത് നവീകരണവും നിക്ഷേപവും പ്രോത്സാഹിപ്പിക്കുന്നു. ഒന്നാമത്തെ റോൾ എന്താണ്, നവീകരണവും നിക്ഷേപവും എന്ത് ചെയ്യുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കുന്നത് എന്താ വെച്ചാൽ റോൾ ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഓൺ ദ എവല്യൂഷൻ ഓഫ് സൊസൈറ്റി. ഒരു സമൂഹം വാർത്തെടുക്കുന്നതിന് നമ്മുടെ സ്വകാര്യ സ്വത്തിനുള്ള റോളുകളാണ് പഠിക്കുന്നത്. അതിൽ ഒന്നാമത്തെ റോളാണ് പറയുന്നത് നവീകരണവും നിക്ഷേപവും പ്രോത്സാഹിപ്പിക്കുന്നത്, എൻകറേജിങ് ഇന്നോവേഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. സ്വകാര്യ സ്വത്ത് വ്യക്തികൾക്ക് അവരുടെ പ്രോപ്പർട്ടിയിൽ നിക്ഷേപിക്കാനും മെച്ചപ്പെടുത്താനും ശക്തമായ പ്രോത്സാഹനം നൽകുന്നു. കാരണം അവർക്ക് അതിൻ്റെ ഉൽപ്പാദനക്ഷമതയിലും മൂല്യത്തിലും നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ട്. ഇത് നവീകരണത്തിലേക്കും സാമ്പത്തിക വളർച്ചയിലേക്കും നയിക്കുന്നു. കാരണം വ്യക്തികൾ അവരുടെ വിഭവങ്ങൾ നിയന്ത്രിക്കാനും അപകട സാധ്യതകൾ എടുക്കാനും കഴിയും. ഉദാഹരണത്തിന് ഒരു കർഷകന് മെച്ചപ്പെട്ട ഉപകരണങ്ങൾ വാങ്ങുന്നതിലൂടെയോ ജലസേചനം മെച്ചപ്പെടുത്തുന്നതിലൂടെയോ പുതിയ വിത്തുകളിൽ നിക്ഷേപിക്കുന്നതിലൂടെയോ അവരുടെ ഭൂമിയുടെ മൂല്യം വർദ്ധിപ്പിക്കാൻ കഴിയും. ഇത് ഭൂമിയുടെ മൂല്യം മാത്രമല്ല കർഷകന്റെ വരുമാനവും വർദ്ധിപ്പിക്കുകയും സാമ്പത്തിക വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. അതായത് ഈ സ്വകാര്യ വ്യക്തികൾ അവരുടെ സ്വകാര്യ സ്വത്താണ്. അപ്പോൾ അവരുടെ പ്രോപ്പർട്ടിയിൽ നിക്ഷേപിക്കാനും അവരുടെ പ്രോപ്പർട്ടി മെച്ചപ്പെടുത്താനൊക്കെ ഉള്ള ശക്തമായ പ്രോത്സാഹനം നൽകും. അപ്പോൾ ഇത് കാരണം അവരുടെ ഉൽപ്പാദനക്ഷമത, അതുപോലെ തന്നെ അവരുടെ സ്ഥലത്തിൻ്റെ മൂല്യം ഇതൊക്കെ വളർത്താനാണ് അവരെന്ത് ചെയ്യുന്നത്, അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്നിരുന്നാലും ഇത് പൊതുവെ എന്തായിട്ട് മാറും, നമ്മുടെ സാമ്പത്തിക വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിലേക്ക് എത്തും. ഇപ്പോൾ അതിനൊരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കൃഷിയിലൊരു കൃഷിഭൂമിയിൽ ഒരു കർഷകൻ എന്ത് ചെയ്യും, തങ്ങളുടെ ലാഭത്തിന് വേണ്ടിയിട്ടാണ് അവിടെ നല്ല കൃഷി ഇറക്കും. അപ്പോൾ നല്ല വിളവ് കിട്ടും, അപ്പോൾ സാമ്പത്തികമായി പുരോഗമിക്കുക, ആ സ്ഥലത്തിന് നല്ല വിലയുണ്ടാവും. അങ്ങനെ കർഷകൻ്റെ ഉദ്ദേശശുദ്ധിയാണ് തൻ്റെ പ്രോപ്പർട്ടി മെച്ചപ്പെടുത്തണം. പക്ഷെ അതെന്തായിട്ട് മാറി, നമ്മുടെ
ഒരു സാമ്പത്തിക വരുമാനവും വർദ്ധിപ്പിക്കുകയും സാമ്പത്തിക വളർച്ചയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. രണ്ടാമത്താണ് വിഭവങ്ങളുടെ കാര്യക്ഷമമായ വിഹിതം. അപ്പോൾ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു എൻകറേജിങ് ഇന്നൊവേഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. രണ്ടാമത് എഫിഷ്യൻറ്റ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്, അതായത് വിഭവങ്ങളുടെ കാര്യക്ഷമമായ വിഹിതം. സ്വകാര്യ സ്വത്ത് വ്യക്തികൾക്ക് ഭൂമി, മൂലധനം തുടങ്ങിയ വിഭവങ്ങളുടെ മേൽ നിയന്ത്രണം നൽകുന്നു. അതായത് ഇപ്പോൾ ഒരു സ്വകാര്യ സ്വത്ത് എന്താണ്, അതിൻ്റെ മൂലധനം, അതിൽ വിഭവം, അതിനൊക്കെ മേൽ എന്താണ് അവരവകാശം നൽകും. അല്ലെങ്കിൽ മറ്റാസ്തികൾ അത് അവരുടെ ആവശ്യങ്ങളോ ആഗ്രഹങ്ങളോ അടിസ്ഥാനമാക്കി അവർക്ക് ഏറ്റവും പ്രചോദനപ്രദമായ രീതിയിൽ വിഭവങ്ങൾ അനുവദിക്കുന്നു. ഉദാഹരണത്തിന് ഒരു ചെറിയ ഫാക്ടറിയുടെ ഉടമസ്ഥതയിൽ ഒരു ബിസിനസ് ഉടമയ്ക്ക് പുതിയ യന്ത്രസാമഗ്രികളിൽ നിക്ഷേപിക്കാനോ കൂടുതൽ തൊഴിലാളികളെ നിയമിക്കാനോ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് ഫാക്ടറി വിപുലീകരിക്കാനോ തീരുമാനിക്കാം. അല്ലെങ്കിൽ അയാൾക്ക് ഫാക്ടറി വിറ്റ് വരുമാനം ഉപയോഗിച്ച് മറ്റ് ബിസിനസ്സുകളിൽ എന്ത് ചെയ്യാം, നിക്ഷേപിക്കാം. അതാണ് വിഭവങ്ങളുടെ കാര്യക്ഷമമായ വിഹിതം എന്ന് പറയുന്നത്. അതായത് ഒരു സ്വകാര്യ സ്വത്ത് എന്താണ്, ആ സ്വകാര്യ സ്വത്ത് എന്താണ് വ്യക്തികൾക്ക് എന്ത് ചെയ്യുക, ഭൂമി, മൂലധനം തുടങ്ങിയ വിഭവങ്ങളുടെ മേൽ നിയന്ത്രണം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ എന്താണ് ആ ഫാക്ടറി, ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുന്ന ഫാക്ടറിനെ കുറിച്ചിട്ടാണ്. അയാൾക്ക് ആ ഫാക്ടറി, ഇതിലുള്ള മൂലധനത്തിനും ആ ഭൂമിക്കും ഒക്കെ അയാൾക്കൊരു നിയന്ത്രണം നൽകാനുള്ള അവകാശം കിട്ടുമ്പോൾ അയാൾ അതിലെന്ത് ചെയ്യും, ഒന്നുകൂടി മെച്ചപ്പെട്ട രീതിയിൽ ഉപയോഗിക്കും. അല്ലെങ്കിൽ അതിനി മെച്ചമല്ല എന്ന് കാണുമ്പോൾ അത് വിറ്റ് എന്ത് ചെയ്യും, മറ്റ് ബിസിനസ് തുടങ്ങും. കൂടാതെ സ്വകാര്യ സ്വത്തവകാശങ്ങൾ വിപണിയിലെ മറ്റുള്ളവരുമായി വിഭവങ്ങൾ കൈമാറ്റം ചെയ്യാൻ വ്യക്തികളെ പ്രാപ്തരാക്കുന്നു. കൂടുതൽ കാര്യക്ഷമമായ വിഭവങ്ങളുടെ വിഹിതം സൃഷ്ടിക്കുന്നു. ഉദാഹരണത്തിന് ഒരു കർഷകന് അധിക ധാന്യം ഒരു ബേക്കറിക്ക് വിൽക്കുന്നത് വരുമാനമുണ്ടാക്കാനും അവരുടെ ഏറ്റവും ഉൽപാദനക്ഷമമായ ഉപയോഗത്തിന് വിഭവങ്ങൾ അനുവദിക്കാനും കഴിയുന്നു. അപ്പോൾ അവിടെ എന്താണ്, സ്വകാര്യ സ്വത്തായത് കൊണ്ട് തന്നെ ഇപ്പോൾ ഒരു കർഷകൻ അയാളുടെ സ്വത്ത് മുഴുവൻ ഒരു ബേക്കറിക്കാർ കൊടുക്കുക. അപ്പോൾ ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അയാളുടെ മൊത്തം വരുമാനം അങ്ങനെ കിട്ടും. ഇവർക്ക് എന്താണ് ഇത് വെച്ചിട്ട് കൂടുതൽ ഉൽപ്പാദനം ഉണ്ടാക്കാൻ കഴിയും. ഇതെന്താണ് ചലനാത്മകവും വഴക്കമുള്ളതുമായ സമ്പദ് വ്യവസ്ഥയിലേക്ക് നയിക്കും. ഇതൊക്കെ അറ്റ് ലാസ്റ്റ് എന്തിലേക്കാണ് നയിക്കുന്നത്, നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലേക്ക് നല്ല വഴക്കമുള്ള നല്ല ചലനാത്മകമായത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാലട്ട അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറയില്ല, അതുപോലെ നല്ല വഴക്കമുള്ള സമ്പദ് വ്യവസ്ഥയിലേക്ക് നയിക്കുന്നു. അവിടെ വിഭവങ്ങൾ അവരുടെ ഏറ്റവും ഉൽപാദനപരമായ ഉപയോഗത്തിലേക്ക് നിരന്തരം ഒഴുകുന്നു. സാമ്പത്തിക വളർച്ചയും സമൃദ്ധിയും വർദ്ധിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ എന്താണ്, എഫിഷ്യന്റ് അലോക്കേഷൻ ആണ് റിസോഴ്സസ്, അതായത് വിഭവങ്ങളുടെ കാര്യക്ഷമമായ വിഹിതം. ഒന്നാമത്തെ എന്താണ്, നവീകരണവും നിക്ഷേപവും പ്രോത്സാഹിപ്പിക്കുന്നു. ഇനി മൂന്നാമത്തേത് എന്താണെന്ന് വെച്ചാൽ സാമ്പത്തിക വളർച്ചയും വികസനവും. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു, നമ്മൾ നവീകരണവും ഇൻവെസ്റ്റ്മെൻറ്റും ഇന്നൊവേഷനൊക്കെ പ്രോത്സാഹിപ്പിച്ചു. ഇതൊക്കെ എന്താണ് സ്വകാര്യ സ്വത്തിൻ്റെ റോളുകളാണ് നമ്മുടെ സോഷ്യൽ ഫോർമേഷനിൽ. അതുപോലെ തന്നെ നമുക്ക് എന്താണ് വിഭവങ്ങളൊക്കെ വിനിമയം ചെയ്യാനൊക്കെ ഉള്ള എഫിഷ്യൻസി കിട്ടും. ഇനി മൂന്നാമത്തേത് സാമ്പത്തിക വളർച്ചയും വികസനവുമാണ്, എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. സാമ്പത്തിക വളർച്ചയ്ക്കും വികസനത്തിനും സ്വകാര്യ സ്വത്തവകാശ സംരക്ഷണം നിർണായകമാണ് അല്ലേ. അത് വളരാനും വികസിക്കാനൊക്കെ എന്താണ് സ്വകാര്യ സ്വത്തവകാശ സംരക്ഷണം നിർണായകമാണ്. ഇത് വ്യക്തികളുടെ അവരുടെ സ്വത്തിൽ നിക്ഷേപിക്കാനും വികസിപ്പിക്കാനും പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സ്വകാര്യ സ്വത്ത് അവകാശ സംരക്ഷണം ഉണ്ടെങ്കിൽ എന്താണ്, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ സ്വത്തിൽ നിക്ഷേപിക്കാനും വികസിപ്പിക്കാനൊക്കെ എന്ത് ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കും. ഇത് സാമ്പത്തിക പ്രവർത്തനങ്ങളും തൊഴിലവസരങ്ങളും വർദ്ധിപ്പിക്കുന്നതിലേക്ക് നയിക്കുന്നു. സുരക്ഷിതമായ സ്വത്തവകാശങ്ങൾ മോഷണം, കേടുപാടുകൾ അല്ലെങ്കിൽ പിടിച്ചെടുക്കൽ എന്നിവയ്ക്കെതിരെ നിയമപരമായ പരിരക്ഷ നൽകുന്നു. അവരുടെ വസ്തുവിൽ നിക്ഷേപിക്കാനും ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്താനും അവർക്ക് ആത്മവിശ്വാസം നൽകുന്നു. വസ്തുവകകളുടെ സംരക്ഷണത്തിലുള്ള ഈ ആത്മവിശ്വാസം വ്യക്തികളെ ക്രെഡിറ്റ്, ഫിനാൻസ്, നിക്ഷേപങ്ങൾ ആക്സസ് ചെയ്യാൻ അനുവദിക്കുന്നു. ബിസിനസ് ആരംഭിക്കുന്നതിനും പുതിയ സാങ്കേതിക വിദ്യകളിൽ നിക്ഷേപിക്കുന്നതിനും അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിനും അവരെ പ്രാപ്തരാക്കുന്നു. സുരക്ഷിതമായ സ്വത്തവകാശങ്ങൾ വിദേശ നിക്ഷേപം ആകർഷിക്കുകയും അന്താരാഷ്ട്ര വ്യാപാരം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. വ്യക്തികൾക്കും ബിസിനസ്സുകാർക്കും വിശ്വാസത്തോടെ ചരക്കുകളും സേവനങ്ങളും വാങ്ങാനും വിൽക്കാനും അനുവദിക്കുന്നു. അവരുടെ സ്വത്തവകാശം മാനിക്കപ്പെടുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നു. അപ്പം എന്താണ്, സ്വത്തവകാശ സംരക്ഷണം അവർക്ക് കൊടുത്താലുള്ള ഗുണങ്ങളാണെന്ത്, ഇത്രയും
പറഞ്ഞത്. ഇനി 4ാമത്തെ കാരണം എന്താണ്? സാമൂഹിക അസമത്വം. അതാണ് സ്വകാര്യ സ്വത്തിൻ്റെ ശേഖരണം. എന്താണ് ഇനി അടുത്ത പഠിക്കാനുള്ളത്? സാമൂഹിക അസമത്വമാണ്. 4ാമത്തേതാണ് സാമൂഹിക അസമത്വം. കൂടുതൽ വിഭവങ്ങൾ സ്വന്തമായുള്ളവർക്ക് സമൂഹത്തിൽ വലിയ ശക്തിയും സ്വാധീനവും ഉള്ളതിൽ അത് സാമൂഹിക അസമത്വത്തിലേക്ക് നയിക്കാം. നമുക്ക് ചിന്തിച്ചാൽ തന്നെ അറിയാമല്ലേ, ഈ കൂടുതൽ സ്വകാര്യ സ്വത്തൊക്കെ ഉണ്ടാകുമെന്നാണ് സാമൂഹിക അസമത്വത്തിലേക്ക് നയിക്കും. ഇത് സമ്പത്തിലും അവസരത്തിലും അസമത്വം സൃഷ്ടിക്കും. സ്വാഭാവികം. ഇത് സാമൂഹിക ഐക്യത്തിലും സ്ഥിരതയിലും പ്രതികൂല ഫലങ്ങൾ ഉണ്ടാകും. നമുക്ക് ഇപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. സ്വത്തുള്ളവൻ അങ്ങ് മേലെ, അല്ലാത്തവരെന്താണ് അങ്ങ് താഴെ. എല്ലാത്തിലും അല്ലേ അവർക്കായിരിക്കും എന്ത് പരിഗണന. ഒരു സമൂഹത്തിലെ സമ്പത്തിൻ്റെയും വിഭവങ്ങളുടെയും ഒരു പ്രധാന ഭാഗം ഏതാനും വ്യക്തികൾക്കോ ഗ്രൂപ്പുകൾക്കോ സ്വന്തമാകുമ്പോൾ അവർക്ക് രാഷ്ട്രീയ തീരുമാനങ്ങളെ സ്വാധീനിക്കാനും പൊതുനയം രൂപപ്പെടുത്താനും സാമ്പത്തിക അവസരങ്ങൾ നിയന്ത്രിക്കാനും ആ അധികാരം ഉപയോഗിക്കാം. അത് സമ്പത്തിൻ്റെയും അവസരങ്ങളുടെയും അസമമായ വിതരണത്തിലേക്ക് നയിക്കും. അവിടെ സമ്പന്നർ കൂടുതൽ സമ്പന്നരും ദരിദ്രർ കൂടുതൽ ദരിദ്രരുമാകും. ഈ തൽഫലമായി ഉണ്ടാകുന്ന ഈ സാമൂഹിക അസമത്വം എന്താണ്? വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങളുടെ നിരക്ക്, സാമൂഹിക ചലനാത്മകത കുറയൽ, സ്ഥാപനങ്ങളുടെ വിശ്വാസം കുറയൽ എന്നിവയുൾപ്പെടെ സമൂഹത്തിൽ നിരവധി നെഗറ്റീവ് പ്രത്യാഘാതങ്ങളിലേക്ക് നയിക്കും. സാമൂഹികവും സാമ്പത്തികവുമായ ക്ലാസ്സുകളുടെ രൂപീകരണത്തിനും ഇതിടയാകും. അപ്പോൾ പ്രധാനമായിട്ടും എന്താണ്? ഈ അസമത്വങ്ങൾ വർദ്ധിക്കും. അപ്പോൾ എന്താണ്? പണമുള്ളവനെല്ലാം കിട്ടും, പണമില്ലാത്തവന് ഒന്നും കിട്ടില്ല. പദവിയുടെ അടിസ്ഥാനം തിരിക്കപ്പെട്ടിരിക്കുന്നു. ഇത് ആഴത്തിലുള്ള സാമൂഹികവും സാമ്പത്തികവുമായ അസമത്വങ്ങളിലേക്ക് നയിക്കുന്നു. അല്ലേ? ശരിയാണല്ലേ? നമുക്ക് ചിന്തിച്ചാൽ തന്നെ അറിയാം. കൂടാതെ സാമൂഹിക അസമത്വം സാമ്പത്തിക വളർച്ചയിലും വികസനത്തിലും പ്രതികൂല സ്വാധീനം ചെലുത്തും. ശരിയല്ലേ? വിഭവങ്ങളുടെ അഭാവം മൂലം ജനസംഖ്യയുടെ ഒരു പ്രധാന ഭാഗം സാമ്പത്തിക അവസരങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെടുമ്പോൾ അത് മനുഷ്യ മൂലധനത്തിൻ്റെ നഷ്ടത്തിനും ഉൽപാദനക്ഷമത കുറയുന്നതിനും ഇടയാക്കും. ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയെയും വികസനത്തെയും ബാധിക്കുന്നു. കാരണം അത് നവീകരണത്തിനും സംരംഭകത്വത്തിനുമുള്ള സാധ്യതകളെ പരിമിതപ്പെടുത്തും. സ്വകാര്യ സ്വത്തിന് നിക്ഷേപം, നൂതനത്വം എന്നിവയെ പ്രോത്സാഹിക്കുന്നത് പോലെ നിരവധി ഗുണങ്ങളുണ്ടെങ്കിലും സമ്പത്തും വിഭവങ്ങളും ഏതാനും വ്യക്തികളുടെയോ ഗ്രൂപ്പുകളുടെയോ കൈകളിൽ കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ അത് സാമൂഹിക അസമത്വത്തിനും ഇടയാക്കും. ശരിയല്ലേ? ഇതിന് ഒരുപാട് നല്ല ക്വാളിറ്റീസ് ഉണ്ട് ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടിക്ക്. പക്ഷേ അത് എന്താണ്? നമ്മുടെ സമൂഹത്തിൽ സാമൂഹിക അസമത്വം നിലനിൽക്കാൻ കാരണമാകും. ഇത് സാമൂഹിക ഐക്യം, സ്ഥിരത, സാമ്പത്തിക വളർച്ച, വികസനം എന്നിവയെ പ്രതികൂലമായി ബാധിക്കും. അതിനാൽ സ്വകാര്യ സ്വത്തിൻ്റെ നേട്ടങ്ങളും സാമൂഹികവും സാമ്പത്തികവുമായ സമത്വത്തിൻ്റെ ആവശ്യകതയും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നിലനിർത്തുന്നത്. അപ്പം ഒരു നേട്ടം ഉണ്ടാകുമ്പോൾ അതൊരു കോട്ടുണ്ടാവും. അപ്പോൾ അതെന്ത് ചെയ്യുക? നമ്മളൊരു ഇക്വിലിബ്രിയത്തിൽ എങ്ങനെ കൊണ്ടുപോവുക അല്ലേ? ഇനി അടുത്ത പരിസ്ഥിതി ആശങ്കകൾ. അപ്പം നമ്മൾ ഇതെന്താണ് പറയുന്നത്? സ്വകാര്യ സ്വത്ത് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്ന റോളിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അല്ലേ? അപ്പോൾ 4 കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ? ഇനി 5ാമത്തെ കാര്യം എന്താണ്? പാരിസ്ഥിതി ആശങ്കകൾ അല്ലേ? പരിസ്ഥിതി ആശങ്കകൾ എന്താണ്? സ്വകാര്യ സ്വത്ത് എന്താണ്? പരിസ്ഥിതിയെ അവഗണിച്ചുകൊണ്ട് പരമാവധി ലാഭം നേടാനും ഉടമകൾ ശ്രമിക്കും. ഉറപ്പല്ല, അവർക്ക് പരിസ്ഥിതിയൊന്നും നോട്ടുണ്ടാവില്ല. അവർക്ക് അവരുടെ സ്വകാര്യ സ്വത്ത് കൂടണം എന്നുള്ള ഒറ്റ ചിന്തയുണ്ടാവും. ഇതാണ് വനനശീകരണം, അമിത മത്സ്യബന്ധനം, മലിനീകരണം എന്നിവ പോലുള്ള സുസ്ഥിരമല്ലാത്ത സമ്പ്രദായങ്ങൾ സമൂഹത്തിലും പരിസ്ഥിതിയിലും എന്തുണ്ടാക്കും? ദീർഘകാല പ്രതികൂല ഫലങ്ങൾ ഉണ്ടാക്കും. അപ്പം നമ്മൾ പരിസ്ഥിതി അവഗണിക്കുമ്പോൾ വനനശീകരണം, അതുപോലെ തന്നെ അങ്ങനെയുള്ള ഓരോന്ന് ചെയ്യുമ്പോൾ അതൊക്കെ നമുക്ക് നമ്മളെ സൊസൈറ്റിക്ക് ദോഷകരമായി ബാധിക്കും. സ്വകാര്യ കാർഷിക സ്വത്തവകാശം വനം വെട്ടിത്തെളിക്കൽ, മണ്ണൊലിപ്പ്, വരൾച്ച, ജൈവ വൈവിധ്യനാശം എന്നിവയിലേക്കും നയിക്കുന്നു. ഫാക്ടറികൾ വായുവിലേക്കും വെള്ളത്തിലേക്കും മാലിന്യങ്ങൾ പുറന്തള്ളുന്നു. ഇത് പൊതുജനാരോഗ്യത്തിനും പാരിസ്ഥിതിക തകർച്ചയ്ക്കും കാരണമാകുന്നു. പ്രകൃതി വിഭവങ്ങളുടെ അമിത ഉപയോഗം സാമ്പത്തിക അവസരങ്ങൾ, ജീവിത നിലവാരം, സാമൂഹിക അസമത്വം എന്നിവ കുറയ്ക്കുന്നു. സുസ്ഥിരമായ രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും നിലവിലുള്ളതും ഭാവി തലമുറകൾക്കുമായി പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനും ഗവൺമെൻറ്റുകൾ നിയന്ത്രണങ്ങളും പ്രോത്സാഹനങ്ങളും സ്ഥാപിക്കണം അല്ലേ? അപ്പോൾ ഇങ്ങനെ 5 റോളാണ് എന്തുള്ളത്? ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടിക്ക് സോഷ്യൽ ഇവല്യൂഷനിലുള്ള 5
എന്താണ് റോളാണ്. ഒന്ന് എൻകറേജിങ് ഇന്നൊവേഷൻ. നിങ്ങൾ എന്തെങ്കിലും ഇംഗ്ലീഷും കൂടി പഠിച്ചു പോകണം കേട്ടോ, എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചോദ്യം മനസ്സിലാക്കി എഴുതാൻ പറ്റുള്ളൂ. എൻകറേജിങ് ഇന്നൊവേഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, എഫിഷ്യൻറ്റ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്, എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, സോഷ്യൽ ഇൻഇക്വാലിറ്റി, എൻവിയോൺമെൻറ്റൽ കൺസേൺസ്. അതായത് എന്താണ്, ഇൻവെസ്റ്റ്മെൻറ്റും ഇന്നൊവേഷനൊക്കെ നമുക്ക് എൻകറേജ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വിഭവങ്ങൾ വിനിമയം ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ടാവും. എന്താണ്, നമ്മുടെ സാമ്പത്തിക വികസനത്തിനും ഇതിനൊക്കെ നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ സാമൂഹിക അസമത്വം ഉണ്ടാക്കും. അതുപോലെ തന്നെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇനി അടുത്തതായിട്ട് സ്വകാര്യ സ്വത്തും സാമ്പത്തിക വ്യവസ്ഥയും, ഇതിനെ കുറിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോക്കാൻ പോകുന്നത്. സ്വകാര്യ സ്വത്ത് ഒരു സമൂഹത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയുമായി അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു. അത് നമുക്കറിയാമല്ലേ. യഥാർത്ഥത്തിൽ സ്വകാര്യ സ്വത്ത് എന്ന ആശയം മുതലാളിത്ത സാമ്പത്തിക വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ സ്തംഭമാണ്. മുതലാളിത്തം എന്നതാണ് എന്ത്, ആ ഒരു വാക്കിന് ആപ്റ്റായിട്ടാണ് എന്തുള്ളത്, സ്വകാര്യ സ്വത്ത് ഉള്ളത്. ഒരു മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ വ്യക്തികൾക്കോ കോർപ്പറേഷനുകൾക്കോ ഭൂമി, കെട്ടിടങ്ങൾ, മറ്റ് സ്വത്തുക്കൾ എന്നിവയുൾപ്പെടെയുള്ള സ്വകാര്യ സ്വത്ത് ഒരു സമൂഹത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയുമായി അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ. അതായത് സ്വകാര്യ സ്വത്ത് എന്ന് പറയുന്ന സമൂഹവുമായിട്ട് എന്താണ്, അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. അപ്പം എന്താണ്, നമ്മുടെ ഈ ഒരു മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ എന്താണ്, വ്യക്തികൾക്കോ കോർപ്പറേഷനുകൾക്കോ ഭൂമി, കെട്ടിടങ്ങൾ, മറ്റ് സ്വത്തുകൾ എന്നിവയുൾപ്പെടെയുള്ള സ്വകാര്യ സ്വത്ത് സ്വന്തമാക്കാനും നിയന്ത്രിക്കാനൊക്കെ എന്തുണ്ട്, അവകാശം നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. ആളുകൾക്ക് അവരുടെ ബിസിനസ്സുകളോ ഭൂമിയോ സ്വന്തമാകുമ്പോൾ അതിൻ്റെ മൂല്യവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കുന്ന മെച്ചപ്പെടുത്തലുകൾ നടത്താൻ അവരെ പ്രോത്സാഹിപ്പിക്കുന്നു. അത് നവീകരണത്തിനും സാമ്പത്തിക വളർച്ചയ്ക്കും ഇടയാക്കും. അപ്പോൾ ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് കാരണമാകുന്നുണ്ട്. സ്വകാര്യ സ്വത്തിൻ്റെ ഉടമസ്ഥാവകാശം വ്യക്തികൾക്ക് അവരുടെ സ്വന്തം ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അടിസ്ഥാനമാക്കി അവരുടെ വിഭവങ്ങൾ ഉപയോഗിക്കാനും കൈമാറ്റം ചെയ്യാനും അനുവദിക്കുന്നു. ഇത് വിഭവങ്ങളുടെ കൂടുതൽ കാര്യക്ഷമമായ വിനിയോഗത്തിലേക്ക് നയിക്കുന്നു. കാരണം വ്യക്തികൾ അവരുടെ നേട്ടങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്ന തരത്തിൽ അവ ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നു. അപ്പോൾ വ്യക്തികൾ എന്താണ്, അവരുടെ പരമാവധി അവരുടെ നേട്ടങ്ങൾക്ക് അത് ഒരു സൈഡിലൂടെ എന്താവും, നമ്മുടെ സാമ്പത്തികമായി വളർച്ച ഉണ്ടാവാൻ സഹായിക്കും. സ്വകാര്യ സ്വത്തവകാശ സംരക്ഷണവും സാമ്പത്തിക വളർച്ചയും വികസനവുമായി ബന്ധപ്പെട്ടിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സ്വകാര്യ സ്വത്ത് സംരക്ഷണം കൂടി നമ്മൾ കൊടുക്കുമ്പോൾ അതും നമ്മുടെ സാമ്പത്തിക വികസനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. വ്യക്തികൾക്ക് സുരക്ഷിതമായ സ്വത്തവകാശം ഉള്ളപ്പോൾ അവർ അവരുടെ സ്വത്തിൽ നിക്ഷേപിക്കാനും വികസിപ്പിക്കാനും കൂടുതൽ സാധ്യത. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സംരക്ഷണമൊക്കെ കൊടുക്കുമ്പോൾ അവരെന്ത് ചെയ്യും, അവരുടെ സ്വത്തിൽ കൂടുതൽ ചെയ്യാൻ തുടങ്ങും, അവരുടെ സ്വത്തിൽ നിക്ഷേപിക്കാനും വികസിപ്പിക്കാനൊക്കെ. ഇതെന്താണ്, സാമ്പത്തിക പ്രവർത്തനം, തൊഴിലവസരങ്ങളൊക്കെ വർദ്ധിക്കാൻ കാരണമാകും. മുതലാളിത്ത വ്യവസ്ഥയിൽ സ്വകാര്യ സ്വത്ത് സാമ്പത്തിക വളർച്ചയുടെയും വികസനത്തിൻ്റെയും നിർണായക ചാലകമായി കാണും. അപ്പോൾ ഈ മുതലാളിത്ത വ്യവസ്ഥയിലാണ് ഈ സ്വകാര്യ സ്വത്തിന് ഇത്രക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അവരതിൻ്റെ നല്ല വശങ്ങൾ മാത്രമേ നോക്കുകയുള്ളൂ. ഇതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൻ്റെ ആ സാമ്പത്തിക വ്യവസ്ഥ വർദ്ധിക്കുന്നു എന്ന ഒരു നല്ല ഒരു ഭാഗം മാത്രമേ എന്തിലുള്ളൂ, മുതലാളിത്ത വ്യവസ്ഥയിലുള്ളൂ. എന്നിരുന്നാലും കൂടുതൽ വിഭവങ്ങൾ സ്വന്തമായുള്ളവർക്ക് സമൂഹത്തിൽ കൂടുതൽ ശക്തിയും സ്വാധീനവും ഉള്ളതിനാൽ സ്വകാര്യ സ്വത്തിൻ്റെ ശേഖരണം സാമൂഹിക അസമത്വത്തിനും കാരണമാകുക. അവൻ ചിന്തിച്ചാൽ അറിയാം, അതൊക്കെ നല്ലതാണെങ്കിലും അതിൻ്റെ ഒരു വശം ഒരു കാര്യം എടുക്കുമ്പോൾ നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവില്ല. അപ്പോൾ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഉയർന്നങ്ങ് പോകും. തൊഴിലാളികൾ അവിടെ ഒരു അസമത്വം സൃഷ്ടിക്കും. ഇത് സാമൂഹിക ഐക്യത്തിലും സ്ഥിരതയിലും പ്രതികൂല ഫലങ്ങളുണ്ടാക്കും. മാത്രമല്ല സ്വകാര്യ സ്വത്ത് വ്യവസ്ഥയുടെ ചൂഷണത്തിലൂടെ ലാഭം നേടുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ പരിസ്ഥിതിക്കും സമൂഹത്തിനും ഹാനികരമായ സുസ്ഥിരമല്ലാത്ത പ്രവർത്തനങ്ങളിലേക്കും നടക്കും. അപ്പോൾ ഈ സ്വകാര്യ സ്വത്തിൻ്റെ ഡെവലപ്മെൻറ്റ് മാത്രമേ അവർ നോക്കൂ. അവർ നമ്മുടെ പ്രകൃതി നോക്കില്ല, അവരൊന്നും നോക്കില്ല. സ്വകാര്യ സ്വത്ത് എന്ന ആശയം
ഒരു സമൂഹത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ? അത് നമുക്കറിയാം. വ്യക്തികൾക്ക് നിക്ഷേപം നടത്താനും നവീകരിക്കാനുമുള്ള പ്രോത്സാഹനങ്ങൾ നൽകുമ്പോൾ അത് ശരിയായ രീതിയിൽ നിയന്ത്രിക്കപ്പെട്ടിട്ടില്ല. അപ്പം നമ്മൾ അവർക്ക് എല്ലാത്തിനുള്ള അവകാശം കൊടുക്കുമ്പോൾ അതെന്താണ്? നമ്മൾ നിയന്ത്രിക്കപ്പെടണം. ഒരു നിയന്ത്രണത്തിന് വിധേയമായിട്ട് അതൊക്കെ കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്താവും? നമ്മുടെ സാമൂഹിക അസമത്വത്തിനും പാരിസ്ഥിതിക തകർച്ചയ്ക്കൊക്കെ എന്താണ് ഇത് കാരണമാകും. ഇനി അടുത്തത് സ്വകാര്യ സ്വത്തും സാമൂഹിക വ്യവസ്ഥയും. ഏതൊരു സമൂഹത്തിൻ്റെയും സാമൂഹിക വ്യവസ്ഥയിലെ ഒരു കേന്ദ്ര ആശയമാണ് സ്വകാര്യ സ്വത്ത്. സ്വത്തിൻ്റെ ഉടമസ്ഥതയും നിയന്ത്രണവും ഒരു സമൂഹത്തിലെ സമ്പത്ത്, അധികാരം, വിഭവങ്ങൾ എന്നിവയുടെ വിതരണവുമായി അടുത്ത ബന്ധപ്പെട്ടിരിക്കുന്നു. അത് കാര്യമായ സാമൂഹിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. വ്യക്തികൾക്ക് അവരുടെ സ്വത്തിൽ നിക്ഷേപിക്കാൻ മെച്ചപ്പെടുത്താനും സാമ്പത്തിക പ്രോത്സാഹനങ്ങൾ സൃഷ്ടിക്കുന്നു. ഇത് സാമ്പത്തിക വളർച്ചയിലേക്കും വികസനത്തിലേക്കും നയിക്കുന്നു. അപ്പോൾ എന്താണ്? അപ്പം നമ്മുടെ ഒരു സാമൂഹിക വ്യവസ്ഥയിലെ ഒരു കേന്ദ്ര ആശയമാണ് എന്ത്? നമ്മുടെ സ്വകാര്യ സ്വത്ത്, പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. എന്താണ്? അവരുടെ സ്വത്തിൻ്റെ ഉടമസ്ഥതയും നിയന്ത്രണവും എന്താണ്? ഒരു സമൂഹത്തിലെ സമ്പത്ത്, അധികാരം, വിഭവം എന്നിവയുടെ വിതരണവുമായി അടുത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരുടെ എന്താണ്? സ്വകാര്യ സ്വത്തിൽ കാര്യമായ സാമൂഹിക പ്രത്യാഘാതങ്ങളൊക്കെ ഉണ്ടാവും. വ്യക്തികൾക്ക് അവരുടെ സ്വത്തിൽ നിക്ഷേപിക്കാനും മെച്ചപ്പെടുത്താനൊക്കെ ഉള്ള എന്തെടുത്തിട്ടുണ്ട്? അവകാശം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വകാര്യ സ്വത്തവകാശ സംരക്ഷണം വിഭവങ്ങളിലേക്കും അവസരങ്ങളിലേക്കുമുള്ള പ്രവേശനത്തെ ബാധിക്കുന്നു. സ്വകാര്യ സ്വത്തിൻ്റെ ഉടമസ്ഥതയിൽ നിന്ന് ചില ഗ്രൂപ്പുകൾ വ്യവസ്ഥാപിതമായി ഒഴിവാക്കപ്പെടുമ്പോൾ അതിലൂടെ ലഭിക്കുന്ന സാമ്പത്തികവും സാമൂഹികവുമായ നേട്ടങ്ങളിൽ നിന്നും അവർ ഒഴിവാക്കപ്പെടും. അപ്പം എന്താണ്? ഇതിലൊക്കെ ഒഴിവാക്കപ്പെടുന്ന ഒരു വിഭാഗം ഉണ്ട് അല്ലേ? അവർ കാലാകാലം എന്താണ്? ഒഴിവാക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അത് സാമൂഹിക അശാന്തിയിലേക്കും വിഭവങ്ങളുടെയും അവസരങ്ങളുടെയും പാരിസ്ഥിതിക തകർച്ച, പരമ്പരാഗത ഭൂമികളുടെയും സംസ്കാരങ്ങളുടെയും നഷ്ടം, പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളെ ആനുപാതികമായി ബാധിക്കാത്ത മറ്റ് പ്രതികൂല പ്രത്യാഘാതങ്ങൾ എന്നിവ സൃഷ്ടിച്ചുകൊണ്ട് സ്വകാര്യ സ്വത്ത് ചൂഷണം ചെയ്യുന്നത് സാമൂഹിക വ്യവസ്ഥകളെ ബാധിക്കും. അത് സാമൂഹിക സംഘർഷങ്ങൾക്കും സമൂഹത്തിലെ ഭിന്നിപ്പുകൾക്കും വഴിവെക്കുന്നു. കാര്യമായിട്ട് എന്താണ്? ഈ സ്വകാര്യ സ്വത്ത് കൈവശമുള്ളവരെന്താണ്? നമ്മുടെ സമൂഹത്തെ സ്വാധീനിക്കും. നിയമങ്ങളെല്ലാം അവർക്ക് അനുകൂലമാക്കി മാറ്റും. അതിൽ അവരെന്തായിട്ട് മാറും? താഴെ തട്ടിലുള്ളവരും അവർ തമ്മിലൊരു അസമത്വം ഉണ്ടാവും. അത് സമൂഹത്തിലൊരു അശാന്തിയിലേക്ക് വളരും. ഇതൊക്കെ എന്താണ്? ഈ പറയുന്ന ഒന്നാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഒരു വ്യൂ പോയിന്റിൽ എന്ത് ചെയ്യുക? ഇതൊക്കെ മലയാളത്തിലാണ്ട് എഴുതുക. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ. ഈ BA സോഷ്യോളജിയുടെ ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും ഒരാൾ പഠിപ്പിച്ച് തരേണ്ടല്ലോ. ഇതൊക്കെ ഒരു തവണ വായിച്ചാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സാമൂഹികമായ സ്വകാര്യ സ്വത്ത് ഉടമസ്ഥതയുടെയും വിശാലമായ സാമൂഹികവും പാരിസ്ഥിതികവുമായ വ്യവസ്ഥയുടെ സാമ്പത്തിക നേട്ടങ്ങൾ സന്തുലിതമാക്കുന്ന നയങ്ങളും നിയന്ത്രണങ്ങളും സമൂഹത്തിൽ ഉൾപ്പെടുത്തേണ്ടത് പ്രധാനമാണ്. സാമൂഹ്യനീതി, തുല്യത, സുസ്ഥിരത എന്നിവയുടെ വിശാലമായ ലക്ഷ്യങ്ങളുമായി സ്വകാര്യ സ്വത്തുടമസ്ഥതയുടെ അനുയോജ്യത ഇത് ഉറപ്പാക്കും. സ്വകാര്യ സ്വത്തവകാശം ഒരു രാജ്യത്തിൻ്റെ രാഷ്ട്രീയ വ്യവസ്ഥിതിയിൽ കാര്യമായ സ്വാധീനം ചെലുത്തും. സ്വത്തിൻ്റെ ഉടമസ്ഥതയും നിയന്ത്രണവും ഒരു സമൂഹത്തിനുള്ളിലെ അധികാരത്തിൻ്റെയും വിഭവങ്ങളുടെയും വിതരണത്തെ സ്വാധീനിക്കുന്നു. അത് രാഷ്ട്രീയ ആശയങ്ങളെയും സ്ഥാപനങ്ങളെയും രൂപപ്പെടുന്നു. സ്വകാര്യ സ്വത്തിന് അതിനെ നിയന്ത്രിക്കുന്നവർക്ക് സാമ്പത്തികവും സാമൂഹികവുമായ ശക്തി നൽകാനും രാഷ്ട്രീയ അധികാരം കൈകാര്യം ചെയ്യാൻ അവരെ പ്രാപ്തരാക്കാനും കഴിയും. കാര്യമായ സ്വത്ത് കൈവശമുള്ള വ്യക്തികൾക്കോ ഗ്രൂപ്പുകൾക്കോ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വലിയ സ്വാധീനം ചെലുത്താൻ, നേരിട്ടോ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പുകളെയോ പൊതുജനാഭിപ്രായത്തെയും സ്വാധീനിക്കുന്നതിനായി അവരുടെ വിഭവങ്ങൾ ഉപയോഗിച്ചോ ഇത് അധികാരം ചുരുക്കം ചിലരുടെ കൈകളിൽ കേന്ദ്രീകരിക്കപ്പെടുന്നതിനും ജനാധിപത്യ ഭരണത്തെയും ഉത്തരവാദിത്തെയും തുരങ്കം വെക്കുന്നതിനും ഇടയാക്കും. ഇതെന്താണ്? ഈ ഒരു എന്താ പറയുക, ഈ സ്വകാര്യ സ്വത്ത് എന്താണ് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയെ വരെ അട്ടിമറിക്കുന്നതിന് കാരണമാക്കുമെന്നാണ് പറയുന്നത്. അപ്പം ഈ സ്വകാര്യ സ്വത്തിൻ്റെ നല്ല വശങ്ങൾ നമ്മുടെ സമൂഹത്തിലെ സമ്പദ് വ്യവസ്ഥ വർദ്ധിക്കുന്നു, ഒരുപാട് പേർക്ക് തൊഴിൽ ലഭിക്കുന്നു, എന്താണ് ജോലി സാധ്യതകൾ അല്ലേ, അങ്ങനെയൊക്കെ പറയുമ്പോൾ അതിന് നെഗറ്റീവ് വശം സമൂഹത്തിൽ അശാന്തി, സാമൂഹിക അസമത്വം ഇതൊക്കെ ഉണ്ടാകുന്നു. ഈ സ്വകാര്യ സ്വത്ത് കൈവശമുള്ളവർ നമ്മുടെ നിയമങ്ങളെയും നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയെ വരെ അട്ടിമറിക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. അപ്പോൾ എന്താണ്? ഇതൊക്കെ ഒരു നിയന്ത്രണ വിധേയമായിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ? കൊടുക്കാൻ പാടുള്ളൂ. അതുപോലെ നമ്മൾ
പരിസ്ഥിതിയെ നശിപ്പിക്കും അല്ലേ, ഒക്കെ ഉണ്ട്. അപ്പം എന്താണ് ഇത്, എന്താണ് എങ്ങനെ ഇതൊക്കെ എന്ത് ചെയ്യുക, ഒരു നിയന്ത്രണ വിധേയമായിട്ട് അവർക്ക് കൊടുക്കുക. എന്താണ് അതേ ഇതിനുള്ള എന്താണ് ഒരു പോം വഴിയുള്ളൂ. അപ്പോൾ ഒന്നും ഒരു നിയന്ത്രണാതീതമായിട്ട് ഒരു സ്വകാര്യ സ്വത്താണെങ്കിൽ പോലും ഒരു വ്യക്തിയുടെ കൈകളിൽ എത്തിപ്പെട്ടാൽ ആ ഒരു വ്യക്തിക്ക് നമ്മുടെ എന്താണ് ജനാധിപത്യ വ്യവസ്ഥയെ തന്നെ, സമൂഹത്തിൻ്റെ ആ ഒരു എന്താ പറയുക ശാന്തിയെ തന്നെ ഒരു തകർക്കാനുള്ള ഒരു വിൽ പവർ ഉണ്ടാവും എന്നാണ് എന്ത് ചെയ്യുന്നത് ഇതിൽ പറയുന്നത്. സ്വകാര്യ സ്വത്തിൻ്റെ ഉടമസ്ഥാവകാശത്തിൻ്റെ അസമമായ വിതരണം രാഷ്ട്രീയ അസമത്വങ്ങളിലേക്ക് നയിക്കാൻ കഴിയുന്ന സാമൂഹികവും സാമ്പത്തികവുമായ അസമത്വങ്ങൾ സൃഷ്ടിക്കുന്നു. സ്വകാര്യ സ്വത്ത് ഉടമസ്ഥതയിൽ നിന്ന് വ്യവസ്ഥാപിതമായി ഒഴിവാക്കപ്പെടുന്ന ഗ്രൂപ്പുകൾ രാഷ്ട്രീയ അധികാരത്തിൽ നിന്നും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടേക്കാം. അപ്പോൾ എന്താണ് ഇത് ഒരു വിധം ആളുകളുടെ എന്താണ് പാർശ്വവൽക്കരിക്കപ്പെടാൻ എന്തെയാണ് കാരണമാകുന്നുണ്ട്. സ്വകാര്യ സ്വത്ത് ഉടമസ്ഥത ജനാധിപത്യം, സമത്വം, സാമൂഹിക നീതി എന്നിവയുടെ തത്വങ്ങളെ ദുർബലപ്പെടുത്തുന്നില്ലെന്ന് ഉറപ്പാക്കുന്ന നയങ്ങളും സ്ഥാപനങ്ങളും സ്ഥാപിക്കേണ്ടത് സമൂഹങ്ങൾക്ക് പ്രധാനമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ ഒരു സ്വകാര്യ സ്വത്ത് എന്ന് പറയുന്ന ഒന്നിന് എന്താണ് നെഗറ്റീവ് വശങ്ങളുണ്ട്, പോസിറ്റീവ് വശങ്ങളുണ്ട്. പോസിറ്റീവ് വശങ്ങൾ അവിടേക്കട്ടെ. ഈ നെഗറ്റീവ് വശങ്ങൾ എന്താണ്, നമ്മുടെ സ്വകാര്യ സ്വത്ത് ഉടമസ്ഥത നമ്മുടെ ജനാധിപത്യം, സമത്വം, സാമൂഹിക നീതി എന്നിവയുടെ തത്വങ്ങളെ എന്ത് ചെയ്യുക, ദുർബലപ്പെടുത്തുന്നില്ലെന്ന് ഉറപ്പാക്കുന്ന നയങ്ങളും സ്ഥാപനങ്ങളും എന്താണ് നമ്മളെ സ്ഥാപിക്കേണ്ടത് നമ്മുടെ സമൂഹത്തിന് എന്താണ് പ്രധാനമാണ്. സമൂഹത്തിലെ എല്ലാ അംഗങ്ങളുടെയും ആവശ്യങ്ങൾ നിറവേറ്റുന്ന ആരോഗ്യകരവും പ്രവർത്തനക്ഷമവുമായ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയ്ക്ക് സ്വകാര്യ സ്വത്ത് ഉടമസ്ഥാവകാശം അനുയോജ്യമാണെന്ന് ഉറപ്പാക്കാൻ ഇത് സഹായിക്കും. അപ്പോൾ എന്താണ്, അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞത് എന്താണ് സ്വകാര്യ സ്വത്ത്. അതായത് നമ്മുടെ സർക്കാരിൻ്റെ കൈകളിലല്ലാത്ത, അതായത് പൊതു സ്വത്തല്ലാത്ത ഓരോ വ്യക്തികളിൽ കേന്ദ്രീകരിക്കപ്പെടുന്ന സ്വത്താണ് എന്ത്, സ്വകാര്യ സ്വത്ത്. ഈ സ്വകാര്യ സ്വത്ത് എന്താണ് നമ്മുടെ സ്വകാര്യ സ്വത്ത് നമ്മുടെ സോഷ്യൽ ഫോർമേഷൻ എന്തായിട്ടുണ്ട്, ഒരുപാട് റോള് വഹിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ 5 പോയിന്റ് പറഞ്ഞു. അതുപോലെ തന്നെ ഇത് എങ്ങനെയൊക്കെയാണ് നമ്മുടെ സമൂഹത്തെ ഗുണകരമായി ബാധിക്കുന്നത്, ദോഷകരമായി ബാധിക്കുന്നത്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ എടുക്കാൻ പോകുന്നത് പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നുള്ള